നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയില് സുധാകരൻ മാഷ് വേദയും വിക്രത്തിനെ എല്ലാരെയും കൂടെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാരും വന്നു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസത്തെ യാത്രയെ കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പൊ പിറ്റേ ദിവസമാണ് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തീർത്ഥാടന യാത്രയാണ് അവർ പോകുന്നത്. അപ്പൊ വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തീർത്ഥാടന യാത്ര പോകണമെന്ന് വേദയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പിന്നെ മാഷ് എതിരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അതിനുശേഷം മാഷ് പറഞ്ഞു, നാളത്തെ യാത്രയുടെ പ്രത്യേകത എന്താണെന്നറിയാലോ? ഇതൊരു വെറുതെ ഒരു ട്രിപ്പല്ല, ഒരു തീർത്ഥാടന യാത്രയാണ് പോകുന്നത്. പലതും മനസ്സിലാക്കാനും പലതും തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ ഒരു യാത്ര കൊണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നതെന്ന് പറയണം. ഇത് കേട്ടതും വേദ വിക്രത്തെ ഒന്ന് നോക്കി. പിന്നീട് മാഷ് പറഞ്ഞു, അറിയാലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാരും വെറുതെ ഒരു യാത്രയായിട്ട് ഒരിക്കലും എടുക്കരുത്. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണം, രാവിലെ തന്നെ പുറപ്പെടണം. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണം. ആ സമയത്ത് കമല പറഞ്ഞു, അല്ല അമ്മയോടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലേ നല്ലത്. വേണ്ട, അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അമ്മ പറയും അമ്മയോട് എന്തുകൊണ്ടാ പറയാത്തതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പൊ അമ്മയെ വിളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കമലെ, നമുക്ക് തന്നെ പോയിട്ട് വരാവുന്നുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സുധാകരൻ മാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് വിക്രം മുറിയിലേക്ക് പോയി. ആ സമയത്ത് വേദ പിന്നാലെ എന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? എനിക്ക് മാത്രമല്ല അച്ഛന്റെ മനസ്സിലും ചില ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ചിന്തകളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ കേട്ടോ? ഇതൊരു മാറ്റം ഉണ്ടാകാനുള്ള യാത്രയാണ്. മാറ്റമോ? അതെ, പല കാര്യങ്ങളും തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഈ യാത്രയും കൊണ്ട് പറ്റൂന്ന് പറയണം. അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, പിന്നെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുമോ വേദന ചോദിക്കും. പിന്നെ അല്ലാതെ, അത് വിക്രസ്വാമിക്ക് അറിയത്തില്ലാത്തോണ്ടാ. നമ്മൾ നല്ല ഭക്തിയോട് പോവുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വേദ എന്ത് ചെയ്തു, കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വേദയെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. എന്തിന്? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്നാ വിനായകൻ ചേട്ടൻ മനസ്സ് മാറ്റിയെടുത്ത വേദ. ഞാൻ എങ്ങനെ മനസ്സ് മാറ്റിയെടുത്തെന്ന്? ഒരാളെ നന്നാക്കാനൊക്കെ ഒരാൾക്ക് പറ്റൂന്ന് പറയണം. ഇപ്പൊ വിക്രത്തെ തന്നെയാണെങ്കിലും വേദ എത്രമാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനായകന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ വേദ എന്ത് പറഞ്ഞാലും വിനായകൻ ചേട്ടൻ അത് അതേപടി തന്നെ അനുസരിക്കുന്നുണ്ട്. അങ്ങനെയാണോ? പിന്നല്ലാതെ. അതിന്റെ കുട്ടൻ ശരിക്കൂടെ ഒന്ന് പറഞ്ഞല്ലോ. സത്യം പറ, വിനായകൻ ചേട്ടനെ എങ്ങനെയാ വേദ മാറ്റിയെടുത്തേ? അതെങ്ങനെയാന്ന് എനിക്കൊന്നും അറിയണമെന്ന് പറയാ. വേദയ്ക്ക് മനസ്സിലായി നന്ദിനി എങ്ങോട്ടൊക്കെ എത്തിപ്പെടുന്നതെന്ന്. കാരണം വിനായകനെ താൻ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലായി. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ വരുന്നതാണ് ആള്. ആ സമയത്ത് വേദ പറഞ്ഞു, അതെ, നമ്മൾ അവരോട് ഇത്തിരി സ്നേഹത്തോടു കൂടി സംസാരിച്ചാലൊക്കെ മതി. സ്നേഹത്തോടു കൂടിയിട്ടോ? പിന്നെ ഞാൻ സ്നേഹത്തോടു കൂടിയിട്ടാണല്ലോ വിനായകൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് ചില സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യമെന്ന് പറയണം. അങ്ങനെയൊന്നുമല്ല, ഇതിന് വേറെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ടത് നന്ദിനി അങ്ങോട്ട് വിശ്വസിച്ചു. ഈ സമയത്ത് വേദ പറഞ്ഞു, അതെ, ആദ്യം നമുക്ക് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരാം. നാളെ ക്ഷേത്ര ദർശനത്തിന് പോവല്ലേ, അതിനുശേഷം അതിന്റെ സീക്രട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. സത്യമായിരിക്കണം. അതേന്നേ. നന്ദിനി അടുത്ത് ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോയി. നന്ദിനി മനസ്സിലോർത്തു, ഇവള് പറയുവോ വിനായകൻ ചേട്ടൻ എങ്ങനെയാ വീഴ്ചയെന്ന്? വിനായകൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇവള് പറയുന്നതൊക്കെ അനുസരിക്കണേന്ന് നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് നന്ദിനി അങ്ങോട്ടേക്ക് പോയി. അല്ലെങ്കിലും നന്ദിനിക്ക് ചില സമയത്ത് കുറച്ച് ബുദ്ധി കുറവുള്ള പോലെ പെരുമാറുന്നേ. കാരണം ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അപ്പടി തന്നെ കൂടി വിശ്വസിച്ച് കളയും. അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും നന്ദിനി അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. പിന്നീട് ശ്രീകാന്ത് വീട്ടിലേക്ക് വന്ന് ശങ്കരനാരായണനെ കാണുവാണ്. ശങ്കരനാരായണനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം. വരുണിനും ദീപ്തിക്കും കൂട്ടു നിൽക്കുന്ന വേദയും വിക്രവും കൂടെ ചേർന്നിട്ടാണ്. ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലച്ചാ, അവര് 4 പേരും കൂടെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇനിയിപ്പൊ നമ്മൾ അവളുടെ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിലും വിക്രവും വേദയും ചേർന്നിട്ട് വിവാഹം നടത്തി കൊടുക്കൂന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ശങ്കരനാരായണൻ പറഞ്ഞു, ശ്രീകാന്തെ, വെറുതെ ഓരോന്നൊന്നും ഇന്ന് ഊഹിച്ച് പറയലെന്ന് പറയണം. അച്ഛൻ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശങ്കരനാരായണൻ നല്ല ടെൻഷനായി. ശങ്കരനാരായണൻ പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ഇതിനെക്കുറിച്ചൊന്നും ദീപ്തിയോട് ചോദിക്കാൻ പോകണ്ട. പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദീപ്തിയുടെ അടുത്തേക്ക് വന്നു. ദീപ്തിയുടെ അടുത്ത് എന്നിട്ട് വരുണിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഈ സമയം ദീപ്തി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. അച്ഛൻ അതിനകത്ത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ടാന്ന് പറയണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശങ്കരനാരായണൻ ചോദിച്ചു, എനിക്കിത് വിശ്വസിക്കാവോ? അച്ഛനെ വിശ്വസിക്കാന്ന് പറയണം. വേദയാണ് പറഞ്ഞ തൽക്കാലത്തേക്ക് അങ്ങനെ പറയണം. കാരണം ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിരിക്കുവാണ് പത്മ. അതൊക്കെ മാറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രം ഇപ്പൊ അവനുമായിട്ട് ഒരു കമ്പനി ഇല്ല എന്നൊക്കെ വരുത്തി തീർത്താൽ മാത്രമേ ആ പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളെന്നറിയാം. കുറച്ച് നാളത്തേക്കെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ടുന്ന ഉപദേശങ്ങളും കൊടുത്തുവിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഇനിയിപ്പോൾ ശങ്കരനാരായണനോട് സംശയം തോന്നി. പെട്ടെന്ന് ദീപ്തി ഇങ്ങനെ പറയാൻ കാരണം എന്താ? പിന്നീട് ദീപ്തി പറഞ്ഞു, അച്ഛന് വിശ്വാസം വരുന്നില്ലല്ലേ? അച്ഛന് 2 ദിവസം കഴിയുമ്പം മനസ്സിലായിക്കോളും. ഞാനും വരണം തമ്മില് ഇപ്പൊ അങ്ങനത്തെ ഒരു ബന്ധം കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് മനസ്സിലായി ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്യാൻ പോന്നേന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുനിന്ന് പിന്മാറിയെന്ന് പറയണം. ഇനിയിപ്പം അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ പോയി തുറന്നു പറഞ്ഞേക്കാം. ഇനി ഞാൻ കാരണം ഇവിടെ ആരും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ദീപ്തി നേരെ പത്മയുടെ അടുത്തേക്ക് വന്നു. പത്മയോട് പറഞ്ഞു, അമ്മ ഇത് എന്റെ പേരിൽ ഇനിയിപ്പോ ഉപവാസം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കാൻ പറയണം. അപ്പോഴേക്കും പത്മ പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നു നീയോ അവനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കത്തുള്ളൂ, ആഹാരം കഴിക്കാനൊക്കെ കൂട്ടാക്കത്തുള്ളൂ എന്ന് പറയണം. ദീപ്തി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാനും അവനും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങൾ തമ്മിൽ പഴയതുപോലൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് മനസ്സിലായെന്നൊക്കെ പറയണം. അത് കേട്ട പത്മ വെച്ചു, സത്യമാണോ മോളെ നീ പറയണേന്ന് ചോദിക്കാം. എന്തിനാ ഞാൻ അമ്മയോട് കള്ളത്തരം പറയണേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറഞ്ഞു. അത് കേട്ടതും പത്മത്തിന് സന്തോഷമായി. അവളെ കെട്ടിപ്പിടിക്കുവാണ് ദീപ്തിയെ. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? നിന്റെ ചേച്ചി പോയപ്പോഴും ഇതേ വിഷമം തന്നെയായിരുന്നു എനിക്ക്. അതേ പാത നീയും പിന്തുടരുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പത്മയെ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് വർഷ അങ്ങോട്ട് വന്ന് ഇതൊക്കെ കണ്ടു. അപ്പൊ വർഷയ്ക്ക് സംശയമായി, ദീപ്തിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം എന്താന്ന്. പിന്നീട് വർഷ എന്ന് ശ്രീകാന്തനോട് പറഞ്ഞു, അമ്മയുടെ ഉപവാസമൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാണ്. ഉപവാസം അവസാനിപ്പിച്ചെന്നോ? അതെ, അവള് വരുണുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞേക്കുന്നു. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അത് അവളുടെ അടവാന്ന് പറയണം. അടവാണോ എന്താണോ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അമ്മ വിശ്വസിച്ചെന്ന് തോന്നേ. അമ്മ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പാ ഇതാ വിക്രത്തിന്റെയും വേദയുടെയും കൂടെ ഉപദേശമാണോന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇനി സൂക്ഷിക്കണം. ഇനിയാണ് അവളെ കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയണം. വർഷ പറഞ്ഞു, ഒരുപക്ഷെ അവൾക്ക് മാറ്റം വന്നാണെങ്കിലോ വരുണിന്റെ സ്വഭാവമൊക്കെ അവൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെ അവൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർഷേ. ഇതിനകത്ത് എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നേ. മിക്കവാറും ഈ വീട്ടിലുള്ളവരെല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടാൻ വേണ്ടി അവള് പറയുന്നതാന്ന് എനിക്ക് തോന്നേ. വർഷ പറഞ്ഞ അറിയാലോ, ഇനിയിപ്പം കുറച്ച് ദിവസം അവളെ ഒന്ന് നിരീക്ഷിച്ചാൽ മതിയല്ലോ. വരുണുമായിട്ട് കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ഫോൺ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താ ഏതാന്നൊക്കെ നോക്കാന്ന് പറയണം. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് തീർത്ഥാടന യാത്ര നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുങ്ങുവാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി നിന്നപ്പോഴത്തേനും വണ്ടിയൊക്കെ വന്നു, ട്രാവലർ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടിയിട്ട് തീർത്ഥാടന യാത്ര പോവാണ്. അപ്പോൾ കുറേ ക്ഷേത്രങ്ങളൊക്കെ അവര് പോണം, അവിടെയൊക്കെ പോയി തൊഴണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ കമലയ്ക്കും ഉണ്ടായിരുന്നു വിക്രത്തിന്റെ പേരില്. അപ്പൊ അത് നടത്തണം. അത് മാത്രമല്ല വേദയുടെ മനസ്സിലും ഉണ്ടായിരുന്നു ചില ആഗ്രഹങ്ങളൊക്കെ. ഈ യാത്രയോട് കൂടിയിട്ട് വിക്രത്തെ നന്നാക്കി എടുക്കണം, ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി. പിന്നീടാണ് ശ്രീനിവാസന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വിക്രം വേദമൊക്കെ തീർത്ഥാടന യാത്ര പോയിരിക്കുവെന്ന്. ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോ ശ്രീനിവാസന് ഒരു കാര്യം മനസ്സിലായി. വേദ രണ്ടും കൽപ്പിച്ചാണ്. അവൾ എന്താണെങ്കിലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ലെന്ന് മനസ്സിലായി. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അവള് വിക്രത്തെ നന്നായിട്ട് പിടിമുറുക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അവള് വിട്ടുതരുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം വിക്രത്തെ താനുമായിട്ട് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. വേദയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ താൻ ഇവിടെ തോറ്റുപോകുന്നുള്ള കാര്യം ശ്രീനിവാസന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.